എല്ലായിടത്തും ചതിയും വഞ്ചനയും മാത്രം. എവിടെങ്കിലും ചെന്നാ ഉണ്ടല്ലോ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുക ചില മനുഷ്യന്മാര്. ആരാ ഈ പറയുന്നേ? ഞാനൊന്ന് കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാ എന്റെ മുണ്ട് വലിച്ചു ഊരിയിട്ട് എന്റെ മണ്ടക്ക് കയറി ഇരുന്നിട്ട് MCR മുണ്ടിന്റെ ബ്രാൻഡ് തുടങ്ങത്തില്ലോടാ നീ. അളിയാ, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പൊ ഡീസന്റാ. ഡീസന്റ് ആയല്ലയോ? നിന്റെ തന്തയും പണ്ട് ഇത് തന്നെ പറഞ്ഞേ, വെള്ളവടി നിർത്തി ഡീസന്റ് ആയിരുന്നു. പിന്നെ ഞാൻ കണ്ടപ്പോഴേ ഡീസന്റ് ബ്രാൻഡ് മാത്രം അടിച്ചിട്ട് നിന്റെ തന്ത ഓടെ കിടക്കുവായിരുന്നു. നീ അതൊക്കെ വിടറാ. നീ വലിയ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യല്ലോടാ. എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ജോലി സെറ്റാക്കി താടാ. കഷ്ടമാടാ. എന്നിട്ട് വേണം എന്റെ അവിടുത്തെ ജോലി നീ കളയിപ്പിച്ചിട്ട് എന്റെ അപ്പൂപ്പന്റെ മുറുക്കാൻ കട എന്നെ കൊണ്ടുപോയി ഇരുത്താൻ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഓണപരിപാടിക്ക് ആരും ഇല്ലാത്ത സമയത്ത് രമ്യക്ക് ഉമ്മ കൊടുക്കാൻ നേരം വെളി കാവലിന്ന് ഞാനാ. അതൊക്കെ നീ ഒന്ന് ഓർക്കണേ. എല്ലായിടത്തും ചതിയും വഞ്ചനയും മാത്രം. എവിടെങ്കിലും ചെന്നാ ഉണ്ടല്ലോ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുക ചില മനുഷ്യന്മാര്. ആരാ ഈ പറയുന്നേ? ഞാനൊന്ന് കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാ എന്റെ മുണ്ട് വലിച്ചു ഊരിയിട്ട് എന്റെ മണ്ടക്ക് കയറി ഇരുന്നിട്ട് MCR മുണ്ടിന്റെ ബ്രാൻഡ് തുടങ്ങത്തില്ലോടാ നീ. അളിയാ, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പൊ ഡീസന്റാ. ഡീസന്റ് ആയല്ലയോ? നിന്റെ തന്തയും പണ്ട് ഇത് തന്നെ പറഞ്ഞേ, വെള്ളവടി നിർത്തി ഡീസന്റ് ആയിരുന്നു. പിന്നെ ഞാൻ കണ്ടപ്പോഴേ ഡീസന്റ് ബ്രാൻഡ് മാത്രം അടിച്ചിട്ട് നിന്റെ തന്ത ഓടെ കിടക്കുവായിരുന്നു. നീ അതൊക്കെ വിടറാ. നീ വലിയ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യല്ലോടാ. എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ജോലി സെറ്റാക്കി താടാ. കഷ്ടമാടാ. എന്നിട്ട് വേണം എന്റെ അവിടുത്തെ ജോലി നീ കളയിപ്പിച്ചിട്ട് എന്റെ അപ്പൂപ്പന്റെ മുറുക്കാൻ കട എന്നെ കൊണ്ടുപോയി ഇരുത്താൻ. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഓണപരിപാടിക്ക് ആരും ഇല്ലാത്ത സമയത്ത് രമ്യക്ക് ഉമ്മ കൊടുക്കാൻ നേരം വെളി കാവലിന്ന് ഞാനാ. അതൊക്കെ നീ ഒന്ന് ഓർക്കണേ.